ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഫലം നാളെ വരാനിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ബാലറ്റ് പെട്ടികളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം, വോട്ടിംഗ് മെഷീനുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആ സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങൾ, പലയിടത്തും CCTV ദൃശ്യങ്ങളില്ല എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. പലകുറി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി, പല രീതിയിലുള്ള ഒരു അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു, വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ വെട്ടിമാറ്റുന്നു, ഇതെല്ലാം കണ്ടതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നത്. സർവേകളെല്ലാം തന്നെ NDA സഖ്യത്തിന് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. നിഷാദ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇവിടെ സ്ട്രോങ് റൂമുകളിലൊന്നും തന്നെ CCTV ഇല്ല. ഇതെല്ലാം തന്നെ വോട്ട് മാറ്റാനുള്ള പരിപാടികളാണ് നോക്കുന്നത്. NDA സഖ്യം ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെന്നൊക്കെ. അപ്പോൾ ഇത് അട്ടിമറിക്ക് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ സംസ്ഥാനത്ത് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ ബീഹാറിൻ്റെ ഒരു പ്രത്യേകിച്ച് ഫലം വരുന്നത്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ളൊരു നീക്കം മുന്നിലുണ്ടോ? സർവേകളെല്ലാം തന്നെ NDA സഖ്യത്തിന് മുൻതൂക്കം നൽകുന്നു, എന്നാൽ മഹാസഖ്യം ആ സർവേകളിൽ വിശ്വസിക്കുന്നില്ല എന്ന് അവർ പറയുക കൂടി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല ഷിതാം, ഒരു അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയ, ആ വോട്ട് മുഴുവൻ രേഖപ്പെടുത്തുക, അതെല്ലാം പ്രോപ്പറായി കൗണ്ട് ചെയ്യുക, സുതാര്യമായ ഫലപ്രഖ്യാപനം നടത്തുക, വലിയൊരു പ്രോസസ്സാണ് ഇന്ത്യ പോലും രാജ്യത്ത്. അതിൽ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാലേ, അതിൽ ആരൊക്കെയാണോ അതിലെ പ്ലെയേഴ്സ് അവർക്കെല്ലാവർക്കും വിശ്വാസം ഉണ്ടാവുക എന്നാണ് അതിൻ്റെ അടിസ്ഥാന സത്ത. നമ്മൾ 3 പേരും കൂടി ഒരിടത്ത് മത്സരിക്കുന്നു. ആ മത്സരിക്കുമ്പോൾ ഈ പ്രോസസ്സ് ഫെയർ ആണ് എന്ന് എനിക്കും ഷിതയ്ക്കും നൗഫലിനും ഉറപ്പുണ്ടാവണം. എനിക്ക് മാത്രമേ വിശ്വാസമുള്ളൂ, നിങ്ങൾക്ക് 2 പേർക്കും ഇതിൽ വിശ്വാസമില്ല എന്ന് വന്നാൽ പിന്നെ ഈ പ്രോസസ്സിൻ്റെ അടിസ്ഥാന സത്ത ചോർന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ RJD, അവിടുത്തെ ഒരു പ്രധാന കക്ഷിയും സിംഗിൾ ലാർജസ്റ്റ് കക്ഷിയുമാണ്. അവർ പറയുന്നു തട്ടിപ്പ് നടന്നിരിക്കുന്നു. അപ്പോൾ ആ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. കീ പ്ലെയർ ആയിട്ടുള്ള RJDക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു. കോൺഗ്രസിന് പവൻ ഖേഡ പറയുന്നു, നോക്കൂ അവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസർമാരെ അമിത്ഷാ രഹസ്യ യോഗത്തിന് വിളിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ കോൺഗ്രസിന് വിശ്വാസം നഷ്ടപ്പെടുന്നു. പ്രധാന കക്ഷികൾക്കല്ല, ഇന്ത്യ ആകമാനമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്, അവർക്ക് ഈ പ്രോസസ്സിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു. RJDക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു. പ്രതിപക്ഷത്തുള്ള പല കക്ഷികളും വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും ഇതിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകണമെന്ന് ചോദ്യം അവിടെ ഉണ്ട്. അതവിടെ നിൽക്കുകയാണ്. 30 മിനിറ്റ് ഒരു CCTV ഓഫായിപ്പോയി എന്ന് നളന്ദ ജില്ലയിലെ ഒരു പോളിംഗ് സ്റ്റേഷന് സ്ട്രോങ് റൂമിൽ എന്ന് പറയുന്നു. സാങ്കേതിക പ്രശ്നമാണ്, ഞങ്ങൾ ശരിയാക്കുന്ന ഒറ്റ വാചകത്തിൽ അവസാനിപ്പിച്ചു ഈ കമ്മീഷൻ. അപ്പോൾ നമ്മൾ നോക്കണം, ഒറ്റ വാചകത്തിൽ അവസാനിപ്പിച്ച് വേണമെങ്കിൽ വിശ്വാസത്തിലെടുക്കാം, പക്ഷേ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ല. ഈ സമീപകാലത്ത് രാജ്യത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ കഥ എടുത്ത് നോക്കിയാൽ അവിടെ എവിടെയെല്ലാം, കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷൻ നടന്നു, 2 മണിക്കൂർ CCTV ഓഫായിപ്പോയി എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടത്. വിശദീകരണം ഉണ്ടായോ? ഇല്ല. ഉത്തർപ്രദേശിൽ നിങ്ങൾ പോയി നോക്ക്. ഉത്തർപ്രദേശിലെ ഒരു ബൂത്തിൽ ഒരു കക്ഷി ഞാൻ 7 ബൂത്തിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് പുള്ളി വീഡിയോ പുറത്തു വിട്ടു. 7 ബൂത്തിലും പുള്ളി കക്ഷി പോകുന്നതിൻ്റെ വീഡിയോ കക്ഷി തന്നെ പുറത്തു വിട്ടു. അയാൾ പുറത്ത് വിട്ടുകൊണ്ടാണ് നാം കണ്ടത്. കണ്ടപ്പോൾ കമ്മീഷൻ പറഞ്ഞു ഇല്ല, റെഗുലറൈസ് ചെയ്യാനുള്ള ഏർപ്പാട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടുത്തെ മാത്രം വോട്ട് റെഗുലറൈസ് ചെയ്തുകൊണ്ട് പ്രശ്നം തീരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അങ്ങനെ ആളുകൾക്ക് നിർബാധം പോയി വോട്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സിസ്റ്റം ലൂസാണ്, എവിടെയും ആരെയും തടയുന്നില്ല എന്ന് കാണുക. വോട്ടിംഗ് മെഷീനുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ഇപ്പോൾ എത്ര തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഒരു ദിവസം മുഴുവൻ വോട്ടിംഗ് പൂർത്തിയാക്കിയിട്ട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റി 3 ദിവസം കഴിയുമ്പോൾ എണ്ണാനെടുക്കുന്ന മെഷീൻ പിന്നെയും 100% ചാർജ്. ഇന്ത്യയിൽ നടന്ന സംഭവമല്ലേ, അത് നമ്മൾ കണ്ട സംഗതിയാണ്. എങ്ങനെ 100% ചാർജ് വരും? ഓൾറെഡി ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കപ്പെട്ട സ്ട്രോങ് റൂമിൽ നിന്ന് ഒരു മെഷീൻ എടുക്കുമ്പോൾ 100% ചാർജ് ഒരിക്കലും ഉണ്ടാവില്ലോ. എങ്ങനെ ഉണ്ടാവുന്നു? അപ്പോൾ അതിനിടയ്ക്ക് അത് ഉപയോഗിക്കപ്പെട്ടോ? ഈ മെഷീൻസ് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? അതിന് ലൊക്കേഷനെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ സാങ്കേതികമായ ക്രമീകരണം ഉണ്ടാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് ഈ കമ്മീഷൻ എപ്പോഴെങ്കിലും പരിഗണിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ബീഹാറിലെ 2ാമത്തെ സംഭവമാണ്, ആരും അറിയാതെ രാത്രി കൂട്ടത്തോടെ ഒരു ലോഡ് നിറയെ വോട്ടിംഗ് മെഷീൻ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. അത് തടഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ, RJDയുടെ പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ്. ഇതിന് മുൻപും ബീഹാറിൽ തന്നെ സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നിരന്തരമായി സംഭവിക്കുന്നത്? എവിടെയെങ്കിലും ഒരിടത്തുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിന്ന് ആവർത്തിച്ച് പറഞ്ഞു, തമിഴ്നാട്ടിലെ ഒരു സുഹൃത്ത് വിളിച്ച് പറയുകയാണ്, അയാളുടെ കമ്പനിയിൽ നിന്ന് വോട്ട് ചെയ്യാൻ പോയ ആളുകൾക്ക് എല്ലാവർക്കും മഷി തേച്ച് വിട്ടു. അവർക്ക് ആർക്കും വോട്ട് ചെയ്യാനുള്ള സമ്മതം കൊടുത്തില്ല. പോലീസ് അവരെല്ലാം ഓടിച്ചു. ഇപ്പോൾ ഇവിടെ വോട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഓടിച്ചു എന്നാണ് ഇവരൊന്ന് പരാതി പറഞ്ഞത്. അവർക്ക് എവിടെ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കി വെക്കത്ര. കാരണം അതായത് ബീഹാറിന് പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ വോട്ട് പരമാവധി പോൾ ചെയ്യിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം പുറത്തു പോകുന്ന ആൾക്കാർ ബീഹാറിൽ പണിയൊന്നുമില്ലാതെ നട്ടം തിരിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പോയവരാണ്. അവർക്ക് നിലവിലെ അഡ്മിനിസ്ട്രേഷനോട് വിരോധം ഉണ്ടാകും. കാരണം ഇവിടെ നിന്നിട്ട് രക്ഷയില്ലാന്ന് വിചാരിച്ചിട്ടാണ് അവർ പോകുന്നത്. എന്ന് മാത്രമല്ല, അവർ കേരളത്തിലോ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ വേറെ സ്റ്റേറ്റുകൾ കണ്ടിട്ട് അവിടുത്തെയൊക്കെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്തുമാത്രം നല്ലതാണ്, നമ്മുടെ എന്തുമാത്രം മോശമാണ് എന്ന ഭരണവിരുദ്ധ വികാരവുമായിട്ടാണ് അവന്മാർ തിരിച്ചു വരുന്നത് വോട്ട് ചെയ്യാൻ. അവന്മാരെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചുകൂടാ എന്ന് വിചാരിച്ചിട്ട് അവരുടെ വോട്ട് തടയുന്ന പണി പലയിടത്തും നടക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവർക്ക് എവിടെ കംപ്ലയിൻറ്റ് ചെയ്യണമെന്നോ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് അറിയില്ല. അവരെ ആരും ഏറ്റെടുക്കാൻ അറിയില്ല. പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ അവർക്കെതിരായി നിൽക്കുന്നതാണ് ഈ ഇദ്ദേഹം പരാതിയായിട്ട് പറയുന്നത്. അപ്പോൾ ചെറിയ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ കാര്യം ഓർക്കണം. ഒന്ന് വോട്ട് ചോരി,
അത് നമ്മൾ വിശദമായിട്ട് പലകുറി സംസാരിച്ച് കഴിഞ്ഞതാണ്. എവിടെയൊക്കെ വോട്ട് ആരൊക്കെ ചെയ്യണം, ഏതൊക്കെ മേഖലകളിൽ ഞങ്ങൾക്കെതിരായി വോട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നോക്കിയിട്ട് ആസൂത്രിതമായി ഇത് വെട്ടിക്കളയുന്ന പ്രോസസ്സ് നടക്കുന്നു. ആളുകളെ ഡിലീറ്റ് ചെയ്യുന്നത്, ആളുകളെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്, ഒരാളുടെ പടം വെച്ച് തന്നെ വിദേശ മോഡലിൻ്റെ പടം ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായി വേറെ വോട്ട് ചെയ്യുന്ന പരിപാടി, എന്താ പറയുക, ഒരു നൈരന്തര്യം എന്ന പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ വോട്ടിംഗ് മെഷീനുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നതും വ്യത്യാസം വരുന്നതും ഇത്ര വോട്ടിംഗ് മെഷീനിൽ കാണാതാവുന്നതിനെക്കുറിച്ച്, അവ എവിടെ പോയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും പ്രോപ്പറായിട്ടുള്ള ആൻസർ ഇല്ല. വോട്ടിംഗ് മെഷീനുകൾ എന്ന് പറയുന്ന സംഗതി തന്നെ ടാമ്പർ ചെയ്യാൻ കഴിയുന്നതാണെന്നുള്ള തെളിവുകൾ പല പ്രൊഫഷണലിസം മുന്നിൽ വെച്ച് അവതരിപ്പിച്ചിട്ടും അതിന് പ്രോപ്പറായിട്ടുള്ള മറുപടി കമ്മീഷൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കാര്യത്തിൽ വ്യക്തതയുള്ള, വിശ്വാസ്യതയുള്ള, അല്ലെങ്കിൽ കൺവിൻസിംഗ് ആയ മറുപടി പറയുന്നതിൽ ഒരിക്കലും തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, പരാജയ ഭീതി കൊണ്ടോ പരാജയപ്പെട്ടതുകൊണ്ടോ ഉള്ള മനോവിഷമം പറയുകയാണ് നിങ്ങൾ എന്ന് BJP-ക്കാരെ പോലെ മറുപടി പറയണം. അങ്ങനെയല്ലോ കമ്മീഷൻ മറുപടി പറയേണ്ടത്. കമ്മീഷൻ മറുപടി പറയേണ്ടത് ഓരോന്നിനും ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടെക്നിക്കൽ ആൻസറാണ് പറയേണ്ടത്. അതിന് പകരം BJP സ്വഭാവത്തിൽ മറുപടി പറയുകയാണ്. 0 നമ്പർ എന്തിനാണ് ചേർക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വെച്ചപ്പം വീടില്ലാത്ത എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട്, നാട്ടിലുണ്ട്, അവർക്കൊക്കെ ചേർക്കണ്ടേ, അപ്പോൾ അവർ ഇതാണ് 0 കൊടുത്തിരിക്കുന്നതാണ് ജ്ഞാനേഷ് കുമാർ എന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത്. ഹരിയാനയിലെ കണക്കെടുത്തപ്പോൾ എന്താണ്, അപ്പർ മിഡിൽ ക്ലാസ്സുകാരൻ വീടുള്ള BJP-യുടെ കൊടി കെട്ടിയ പല വീടിനും 0 ആണ് നമ്പർ കൊടുത്തേക്കുന്നത്. കാരണം എന്തിനാണ്? ഒരു വെരിഫിക്കേഷൻ നടക്കാൻ പാടില്ല. കംപ്ലീറ്റ് നമ്പറുകളും അഡ്രസ്സും പേരും ഫോട്ടോയും എല്ലാം തെറ്റിച്ച് കൊടുത്ത് കൺഫ്യൂഷൻ ആക്കുകയാണ്, ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനകത്ത് ക്രമക്കേട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ വന്ന തെളിവാണ്. കാരണം രാഹുൽ ഗാന്ധി ഹരിയാന എപ്പിസോഡ് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് മറുപടി കൊടുക്കാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല. BJP-ക്ക് പോലും പറ്റിയിട്ടില്ല. BJP സ്ഥിരം സ്ഥാനം എടുത്തിരുന്നു, തോറ്റതിലുള്ള പ്രയാസമാണെന്ന്. ഞാൻ വീണ്ടും പറഞ്ഞത്, ബീഹാറിൽ കണ്ടിന്യൂസായി ഇത്രയും ടൈം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സർക്കാർ ജനങ്ങൾക്ക് ജീവിത നിലവാരം ഉയർത്തിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉയർത്തിയിട്ടില്ലല്ലോ. ഒരു നിലയ്ക്ക് ഉയർത്തിയിട്ടില്ല. ആ സർക്കാരിന് തുടരാൻ കഴിയുന്ന രാഷ്ട്രീയവും സാമൂഹികവും ആയിട്ടുള്ള ഒരു പരിതസ്ഥിതിയും അവിടെ ഇല്ലാതിരിക്കെ ഞങ്ങൾ തന്നെ 110, 130, 140 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന കോൺഫിഡൻസ് അവർക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന ചോദ്യം ഇവിടെ ഉണ്ട്. അപ്പോഴാണ് നാളെ വരാൻ പോകുന്ന റിസൾട്ടിനെ നാം കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു ഘട്ടമാണിത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് വലിയ തോതിലുള്ള ക്രമക്കേട് നടക്കുന്നു, തട്ടിപ്പ് നടക്കുന്നു, അതിന് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നുവെന്ന് ഇന്ത്യയിലെ നല്ല വിഭാഗം കക്ഷികൾ സംശയിക്കുന്ന, അവർക്ക് അതൃപ്തിയും അവിശ്വാസവും രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള സന്ദർഭത്തിലെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലത്തിനും ആ നിലയ്ക്കുള്ള കുഴപ്പമുണ്ടാവും. ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വിശ്വസിക്കാതെ വരുന്നു എന്ന് വെച്ചാൽ അത് നാടിൻ്റെ നിലനിൽപ്പിനും കെട്ടുറപ്പിനെയും ബാധിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രശ്നമാണ്. അതിവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ബീഹാറിലെ ഫലം മറ്റേതെങ്കിലും ഹരിയാനയിലെ ഫലം പോലെ, ഹരിയാനയിൽ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. ഗുസ്തിക്കാരുടെ സമരം ഉണ്ടായിരുന്നു, കർഷക സമരം ഉണ്ടായിരുന്നു, എന്തായാലും കോൺഗ്രസ് ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു, മറിച്ച് സംഭവിച്ചു. അപ്പോൾ ഇവിടുത്തെ ആസ്ഥാന വിശകലന വിദഗ്ധർ പോലും പറഞ്ഞു, ഗ്രാസ് റൂട്ട് ലെവലിൽ BJP നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് മനസ്സിലാക്കാൻ കോൺഗ്രസിന് ശേഷിയില്ലാതെ പോയിന്ന്. പക്ഷേ നടത്തിയ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. നമുക്ക് അത്തരം ബോധ്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് നാളത്തെ ബീഹാർ ഫലത്തെ നാം കാണാൻ പോകുന്നത്. ആളുകൾ പലരും നിരാശരാണ്. നാളത്തെ ഫലം, ഇപ്പോൾ എന്നോട് പല ആൾക്കാർ പറഞ്ഞു, നാളത്തെ TV-യിൽ രാവിലെ മുതൽ ഉണ്ടാവുമല്ലേ, എന്തിനാണ് കാത്തിരിക്കുന്നത്? 9 മണിയാകുമ്പോൾ തന്നെ 10 മണിക്ക് തന്നെ BJP ജയിക്കും, അതിനകത്ത് ഇപ്പോൾ എന്താ എക്സൈറ്റ്മെൻറ്റ്, ഓൾറെഡി ഡിസൈഡ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഈ അവിശ്വാസം സൃഷ്ടിച്ചതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, അതുണ്ടാക്കാൻ പോകുന്ന അപകടത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഭരണകൂടങ്ങൾക്കും അല്ലെങ്കിൽ ഭരണകൂട താല്പര്യത്തിന് ആരും നിൽക്കുന്ന ഈ പറയുന്ന കമ്മീഷനും മാറി നിൽക്കാൻ കഴിയില്ല. അവരതിന് പേ ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്രയും തെളിവുകളൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരുപാട് തെളിവുകൾ അവർക്ക് മുന്നിൽ വെക്കുകയാണ് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട്. നിഷാദ് പറഞ്ഞ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു BJP-യുടെ ഏജൻറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇതിന് തൊട്ട് മുൻപ് തന്നെ ആദ്യഘട്ട പോളിംഗ് നടന്ന സ്ഥലത്ത് VVPAT ഒക്കെ പുറത്ത് കിടക്കുകയാണ്. അതിനും ചോദ്യത്തിനൊന്നും മറുപടിയില്ല, ഒരു ചോദ്യത്തിനും ഒരു മറുപടിയും തരുന്നില്ല. ഇതൊക്കെ അങ്ങനെ നടന്നു പോട്ടെ എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എവിടെ എത്തും നമ്മൾ? അല്ല, ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആകെ ഒരു അരാജകത്വമാണ് ഉണ്ടാവുക. അത് നാടിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. അപ്പോൾ ഏത് തെരഞ്ഞെടുപ്പിലും ഇപ്പം ജനങ്ങൾ ആണല്ലോ വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്ത ആളുകൾ വിജയിക്കുന്നില്ല എന്ന് തോന്നുന്നത് എപ്പോഴാണ്? അത് അവരും ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇപ്പം സ്വാഭാവികമായി തോന്നുമല്ലോ, ഇപ്പം ഞാൻ ആരാണ് ജയിക്കാൻ സാധ്യത എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇപ്പം അത്രയും ജനപിന്തുണയുള്ള ഒരാൾ ജയിക്കുന്നില്ല, അയാൾ തോറ്റുപോകുന്നു, അപ്പോൾ അതിനെന്തോ ഒരു കാരണം ഉണ്ടാകുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പം ഈ അരാജകത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതായത് ഇതിലൊക്കെ വിശ്വാസം നഷ്ടപ്പെടുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിച്ച് നോക്കുക, ബീഹാർ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ ഉപരി ബീഹാർ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും JDU ഇപ്പോഴത്തെ NDA ഗവൺമെൻറ് നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് JDUവിൻ്റെ MP-മാരുടെ നമ്പേഴ്സ്. ആ JDU ഈ സർക്കാരിൽ നിന്ന് പിന്മാറിയാൽ ഈ സർക്കാർ നിലം പൊത്താൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം കറക്റ്റ് ഒരേ നമ്പറാണ് ബീഹാറിൽ BJP മത്സരിക്കുന്നതും
ജെ ഡി യു മത്സരിക്കുന്നു ഒരേ നമ്പറാണ്. ഒരു നമ്പർ അങ്ങോട്ടോ ഒരു നമ്പർ ഇങ്ങോട്ടോ മാറ്റമില്ല എന്നുള്ളതാണ്. അതൊക്കെ ഈ ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ്. കാരണം ജെ ഡി യുവിനെ ഒരു തരത്തിലും പിണക്കിക്കൊണ്ട് ബി ജെ പിക്ക് ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്, ബീഹാറിൽ വിജയിച്ചില്ലെങ്കിൽ അത് ജെ ഡി യു പിണങ്ങാനുള്ള കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ പ്രശ്നമല്ല, അത് ഇന്ത്യ ഒട്ടാകെയുള്ള പ്രശ്നമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ, ഹരിയാന തെരഞ്ഞെടുപ്പിൽ, കർണാടക തെരഞ്ഞെടുപ്പിലൊക്കെ എന്തൊക്കെ ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി ക്രമക്കേടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുൽ ഗാന്ധി ഉന്നയിച്ച എത്രയെത്ര വിഷയങ്ങളുണ്ടായിരുന്നു. ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് കൃത്യമായ മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കഴിഞ്ഞു. കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലന്ദിലെയും മഹാദേവപുരെ അവിടെയും ഒക്കെ ഉണ്ടായ ക്രമക്കേടുകളെക്കുറിച്ച് രാഹുൽ ഗാന്ധി വലിയൊരു വാർത്താ സമ്മേളനം വിളിക്കുകയും തെളിവുകൾ നിരത്തുകയും ചെയ്തു. പക്ഷേ അന്ന് അതിന് മറുപടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം നടത്തി. പക്ഷേ ആ വാർത്താ സമ്മേളനം കേട്ടവർക്കൊക്കെ എന്താ മനസ്സിലായത്? ഒരു ബി ജെ പി നേതാവ് വന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന പോലെയാണ് തോന്നിയത്. കാരണം രാഹുൽ ഗാന്ധിയോട് പ്രശ്നാധിഷ്ഠിതമായി, വിഷയാധിഷ്ഠിതമായി മറുപടി പറയുന്നതിന് പകരം അദ്ദേഹത്തെ വെല്ലുവിളിക്കുക, പരിഹസിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം അന്ന് നടത്തിയത്. ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ആ കർണാടക ഇലക്ഷനിൽ ക്രമക്കേടുമായി ചൂണ്ടിക്കാട്ടിയതിനേക്കാൾ എത്രയോ കൂടുതൽ തെളിവുകളാണ് അദ്ദേഹം ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി എന്തായിരുന്നു? ആകെ ഒരു മറുപടി, എല്ലാ കാലത്തും കൊടുക്കുന്ന മറുപടി. അതായത് എന്തുകൊണ്ട് ഈ പരാതി നേരത്തെ പറഞ്ഞില്ല, എന്തുകൊണ്ട് പരാതി വോട്ടിംഗ് സമയത്ത് നൽകിയില്ല, എന്തുകൊണ്ട് ബൂത്ത് ഏജൻറ്റ് പരാതി നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സ്പെസിഫിക്കായി ഇന്ന വിഷയം ചൂണ്ടിക്കാണും, ഈ വിഷയത്തിൽ ഇന്നതാണ് മറുപടി, ഈ വിഷയത്തിൽ ഇന്നതാണ് മറുപടി. ബ്രസീലിയൻ മോഡൽ എന്തുകൊണ്ട് വന്നു? ഒരേ ആൾ 10-200 സ്ഥലത്ത് എങ്ങനെ വോട്ട് ചെയ്യപ്പെടുന്നു? ഒരാളുടെ പേരിൽ അയാൾ ചെയ്യുന്നു, കെ സുരേന്ദ്രൻ പറയുന്ന പോലെ ഒരാൾ പോയി 200 സ്ഥലത്ത് വോട്ട് ചെയ്യില്ല. ഒരാളുടെ പേരിൽ 200 സ്ഥലത്ത് വോട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഒരാളുടെ ഫോട്ടോ ഉപയോഗിച്ച് എത്രയും ആളുകൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു അഡ്രസ്സ് ഉപയോഗിച്ച് എത്രയും ആളുകൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. പരാതി നൽകിയില്ല, ഓക്കെ, സമ്മതിച്ചു, അതൊരു വിഷയം തന്നെയാണെന്ന് കരുതിക്കോളൂ. പരാതി നൽകിയില്ല എങ്കിൽ തന്നെയും ഇത്തരം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളിലും വോട്ട് ചെയ്യുന്നതിലെ ക്രമക്കേടുകളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ്. പരാതി നൽകിയാൽ മാത്രം പരിഹാര നടപടി എന്നുള്ള നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് പോകുന്നത്? അപ്പോൾ ഇതിന് പിന്നിലൊരു കള്ളക്കളി ഉണ്ട് എന്നുള്ള സത്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ഈ വിഷയം, ഇത് സ്ട്രോങ് റൂമുകളിൽ CCTVകൾ ഓഫാക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിന് വിഷ്വൽ വരെ RJD സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് CCTVയുടെ വലിയ മോണിറ്ററുണ്ട്. ആ മോണിറ്ററിൽ ഓരോ ക്യാമറയുടെയും സ്ക്രീനുകളുണ്ട്. ചില സ്ക്രീനുകൾ ഓഫായി കിടക്കുന്നു. അത് തെളിവ് സഹിതമാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. അതൊരു സ്ഥലത്തല്ല, വൈശാലി ജില്ലയിലുണ്ട്, മുസാഫർ നഗറോ അങ്ങനെ ഏതൊരു ജില്ലയിലുണ്ട്. അങ്ങനെ പല ജില്ലകളിലും ഇതേ വിഷയം ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പലതരത്തിൽ, അതായത് ഒന്ന് വോട്ട് വെട്ടി, 35 ലക്ഷത്തിലധികം വോട്ട് ബീഹാറിൽ വെട്ടി, അതിലൂടെ അവർ അവർക്കെതിരായി വരാനുള്ള പല വോട്ടുകളും അവർ ഇല്ലാതാക്കി. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, അതുപോലെ തന്നെ EVMൽ ക്രമക്കേട് നമുക്കറിയില്ല, അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ EVMൽ ഇങ്ങനെ ഈ പറയുന്ന CCTV ഓഫ് ചെയ്തുകൊണ്ടുള്ള ക്രമക്കേട് നടത്താനുള്ള ശ്രമങ്ങൾ. അപ്പോൾ ഏത് വിധേനയും ബീഹാറിൽ അട്ടിമറിക്കാൻ കഴിയുമോ എന്നുള്ള എല്ലാവിധ ശ്രമങ്ങളും അവർ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബീഹാറിൽ വിജയിക്കുക എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രാധാന്യമായിരുന്നു ഇന്ത്യയിൽ വിജയിക്കുക അത്രത്തോളം പ്രാധാന്യമുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയം. ആ വിജയത്തിന് വേണ്ടി അവർ എന്തും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇത്തവണ നേരത്തെ ഉള്ളതുപോലെയല്ല, പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ചും RJDയും കോൺഗ്രസും വളരെ വിജിലൻ്റാണ് കാര്യങ്ങൾ. പോളിംഗ് വേളയിലും ഇപ്പോൾ അതിനുശേഷവും അവർ വിജിലൻ്റാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന കഴിഞ്ഞ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ NDA തന്നെയാണ് വിജയിക്കുക. പക്ഷേ ഏറ്റവും ഒടുവിലായി വന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളുകൾ നമ്മൾ നോക്കണം. അതിൽ വളരെ നാരോ ഡിഫറൻസ് മാത്രമാണുള്ളത്. നമുക്കറിയാലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ആരെങ്കിലും BJPക്ക് തിരിച്ചടി പ്രവചിച്ചിരുന്നു? ആരും പ്രവചിച്ചില്ലല്ലോ. നേരെ മറിച്ച് റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത്? അതുകൊണ്ട് തന്നെ നമുക്ക് മറിച്ചൊരു റിസൾട്ട് ഇല്ല എന്നൊന്നും പ്രതീക്ഷിക്കാതെ വയ്യ. പക്ഷേ വിജയിക്കാനുള്ള എല്ലാ മാർഗങ്ങളും, എല്ലാ കുറുക്ക് വഴികളും BJPയും JDയും ചെയ്തിട്ടുണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ ഈ CCTVകൾ കണ്ണടച്ചത് എന്നും എനിക്ക് തോന്നുന്നു. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഫലത്തിന്. ജനങ്ങളുടെ വിജയമാണോ അതോ കുതന്ത്രങ്ങളുടെ വിജയമാണോ എന്ന് അറിയാനും.